വാർത്താസന്ധ്യ വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. സർവകലാശാലകളിലെ താൽക്കാലിക VC നിയമനത്തിൽ ചാൻസലറായ ഗവർണർക്ക് കനത്ത തിരിച്ചടി. ചാൻസലർ നൽകിയ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി. സർക്കാർ നൽകുന്ന പാനലിൽ നിന്നും നിയമനം നടത്തണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഹൈക്കോടതി ശരിവെച്ചു. സ്ഥിര VC നിയമനത്തിൽ ഇനി കാലതാമസമുണ്ടാകരുത് എന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. ചാൻസലറുടെ നടപടികൾ നിയമവിരുദ്ധമെന്ന് തെളിഞ്ഞെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പ്രതികരിച്ചു. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അടിയന്തരമായി പുതിയ നിർദ്ദേശങ്ങൾ ഉണ്ടാകുമെന്ന് നിയമമന്ത്രി പി രാജീവും പറഞ്ഞു. ഗവർണർ നടത്തിയ നിയമവിരുദ്ധമായ നടപടി കോടതി തള്ളിയിരിക്കുകയാണ്. കുറേ കാലങ്ങളായിട്ട് ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് എന്നാണ് നിരന്തരം ലഭ്യമാകുന്ന കോടതി വിധികൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ഗവർണറായിട്ടുള്ള ശ്രീ ആരിഫ് മുഹമ്മദ് ഖാനും അതുപോലെ ഇപ്പോൾ ഇവിടെ ഇന്ന് ചാൻസലറും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെയധികം തെറ്റാണ് എന്നുള്ളത് ഈ രണ്ട് കോടതി വിധിയിൽ നിന്നും സുവ്യക്തമായ നിലയിൽ തെളിഞ്ഞിരിക്കുകയാണ്. ചാൻസലർക്ക് ഉള്ള അധികാരത്തെ സംബന്ധിച്ച് ഇന്നത്തെ കോടതി വിധി വളരെ ശ്രദ്ധേയമാണ്. യഥാർത്ഥത്തിൽ നിയമത്തിനകത്ത് തന്നെ സർക്കാരിന്റെ പാനലിൽ നിന്ന് വേണം താൽക്കാലിക VCമാരെ നിയമിക്കാൻ എന്ന് നിഷ്കർഷിച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായ സമീപനം സ്വീകരിച്ചിട്ടുള്ളത്. താൽക്കാലിക VCമാരെ ചാൻസലർ ഇപ്പോൾ വയ്ക്കുന്ന രീതി, ഇപ്പോൾ മാത്രമല്ല ഇതിനു മുമ്പത്തെ ചാൻസലർ ആയിരിക്കുമ്പോഴും എടുത്തിട്ടുള്ള രീതി എന്നുള്ളത് ഈ പേരുകൾ എവിടെ നിന്ന് വരുന്നു എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തതയുമില്ല, ഒരു സുതാര്യതയില്ല, ഇവരുടെ മെറിറ്റിനെ കുറിച്ച് വ്യക്തതയില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ഏകപക്ഷീയമായി ശൂന്യതയിൽ നിന്ന് പേരുകൾ എടുത്ത് നിയമിക്കുന്ന രീതി ഒരു സംവിധാനത്തിനകത്തും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് മാർഷീത്ത് തിരുവനന്തപുരത്തു നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം വിഷ്ണു സുരേഷിലേക്കാണ്. വിഷ്ണു, നേരത്തെയുള്ള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആയാലും പിന്നീടുള്ള രാജേന്ദ്ര അർലേക്കർ ആയാലും ഈ താൽക്കാലിക VC നിയമനം എന്നത് പൂർണ്ണമായി ചാൻസലർ എന്ന നിലയിൽ തങ്ങളുടെ അധികാര പരിധിയിലുള്ളതാണ് എന്ന് നിരന്തരമായി സൂചിപ്പിക്കുന്നതും മുൻകാലത്ത് സുപ്രീം കോടതി നടത്തിയ ചില നിരീക്ഷണങ്ങളൊക്കെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഉയർത്തിക്കാട്ടുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ കോടതി അതിൽ വ്യക്തത വരുത്തുകയാണ്. സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ശരിവെക്കുകയാണ്. അത് സർക്കാരിന്റെ പട്ടികയിൽ നിന്ന് തന്നെ വേണം എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടുന്നു. നേരത്തെ സർക്കാർ ഉയർത്തിക്കാട്ടിയ സർവകലാശാല ചട്ടങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഉയർത്തിക്കാട്ടിയ വാദങ്ങൾക്ക് കോടതിയിൽ അംഗീകാരം ലഭിക്കുകയാണ്. എന്താണ് ആ കോടതി ഉത്തരവിന്റെ വിശദാംശങ്ങൾ? വിഷ്ണു സുരേഷ്. ചാൻസലറെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു ചാൻസലർ ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് UGC റെഗുലേഷൻ അനുസരിച്ച് വൈസ് ചാൻസലർമാരെ നിയമിക്കാനുള്ള ഉത്തരവാദിത്തം ഗവർണർമാർക്കാണ്. അത് മുൻപുള്ള സുപ്രീം കോടതി വിധിയും ഹൈക്കോടതി വിധികളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് നിലനിൽക്കില്ല എന്ന ആത്മവിശ്വാസത്തിലായിരുന്നു ചാൻസലർ ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് ഡിവിഷൻ ബെഞ്ച് ഈ ഹർജിയിൽ വിധി പറഞ്ഞ ഘട്ടത്തിൽ ചാൻസലറിന്റെ വാദങ്ങളെല്ലാം പൂർണ്ണമായി തള്ളുകയാണ്. ഗവർണർക്ക് സർവകലാശാലകളുടെ മേൽ നിയന്ത്രണങ്ങളുണ്ട്, അധികാരമുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ സ്വന്തം താല്പര്യങ്ങൾ അനുസരിച്ച് ഇത്തരം എടുക്കുന്ന തീരുമാനങ്ങൾ അത് അംഗീകരിക്കാനാവില്ല എന്ന് പറയുന്നു. ഒപ്പം VCമാരെ നിയമിക്കുമ്പോൾ അത് ഗവർണർ പരിഗണിക്കേണ്ടത് ഒറ്റ പേരല്ല, 3 പേരെങ്കിലും പട്ടികയാണ്, നിയമപ്രകാരമുള്ള പട്ടികകൾ പരിഗണിക്കണമെന്ന മുൻ ഉത്തരവുകളിൽ നിന്ന് വ്യക്തമാണെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ വന്നിരിക്കുന്ന വിധി അത് ഈ 2 യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ടാണ്. സാങ്കേതിക സർവകലാശാലയും ഡിജിറ്റൽ സർവകലാശാലയും സാങ്കേതിക സർവകലാശാല യൂണിവേഴ്സിറ്റി ആക്ടിലെ സെക്ഷൻ 13/17, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ആക്ടിലെ സെക്ഷൻ 11/10 ഇവ പ്രകാരമാണ് ഗവർണർ നടത്തിയ 2 നിയമനങ്ങൾ. അത് നിയമപരമായി നിലനിൽക്കില്ല എന്ന ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നു. നേരത്തെ ഇക്കാര്യം സിംഗിൾ ബെഞ്ചും വ്യക്തമാക്കിയിരിക്കുന്നു. പ്രത്യേകിച്ച് സാങ്കേതിക സർവകലാശാല VC ആയിട്ട് ഡോക്ടർ K ശിവപ്രസാദിനെയും അതോടൊപ്പം KTU ഡിജിറ്റൽ സർവകലാശാല VC ആയിട്ട് സിസ തോമസിനെയും നിയമിച്ച നടപടി നിയമപരമായി നിലനിൽക്കില്ല എന്ന് നേരത്തെ തന്നെ സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കിയിരുന്നു. പക്ഷെ അന്ന് ആ നിയമനം റദ്ദ് ചെയ്യാൻ അന്ന് സിംഗിൾ ബെഞ്ച് തയ്യാറായിരുന്നില്ല. പ്രത്യേകിച്ച് അവരുടെ കാലാവധി അടക്കം അടുത്ത ദിവസം പൂർത്തിയാകുന്ന ഘട്ടത്തിലാണ് ആ നിയമനം റദ്ദ് ചെയ്യാൻ സിംഗിൾ ബെഞ്ച് മുതിരാതിരുന്നത്. പിന്നീട് ഒരു ഇടക്കാല ഉത്തരവ് സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തുണ്ടായിരുന്നു. ഈ കേസ് ഹർജി പരിഗണിക്കുന്ന പശ്ചാത്തലത്തിൽ അന്തിമ വിധി വരുന്നതുവരെ അവർ ഇത്തരത്തിൽ അവരുടെ പദവി തുടരട്ടെ എന്നായിരുന്നു ആ ഇന്ററിം ഓർഡറിൽ ഉണ്ടായിരുന്നത്. പക്ഷേ നിലവിൽ ഡിവിഷൻ ബെഞ്ച് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നു, ഗവർണർ നടത്തിയിട്ടുള്ള ഈ 2 നിയമനങ്ങൾ
നിയമനങ്ങളും നിലനിൽക്കില്ല. അത് നിയമവിരുദ്ധമാണ്. സംസ്ഥാന സർക്കാർ നൽകുന്ന പാനലിൽ നിന്ന് വേണം ചാൻസലർ കൂടിയായ ഗവർണർ VC നിയമനം ഈ 2 സർവകലാശാലകളിലും നടത്താൻ വേണമെന്ന് കോടതി വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ഒപ്പം ചില നിരീക്ഷണങ്ങളും കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നു. അത് ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടാണ്. താൽക്കാലിക VCമാരുടെ സമയപരിധി അത് 6 മാസമായി നിജപ്പെടുത്തണം. അത് നീട്ടിക്കൊണ്ടുപോകാൻ ആവില്ല. ഒരു താല്പര്യത്തിന് പുറത്തും അത് നീട്ടിക്കൊണ്ടുപോകാനാവില്ല എന്ന് വളരെ ശക്തമായി തന്നെ കോടതി പറഞ്ഞിരിക്കുന്നു. ഒപ്പം ഈ താൽക്കാലിക VCമാരുടെ നിയമനത്തിനപ്പുറത്തേക്ക് സ്ഥിര VCമാരെ നിയമിക്കാൻ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ ഈ ചാൻസലർ തയ്യാറാകണം. അങ്ങനെ സംഭവിച്ചില്ല എങ്കിൽ അത് വിദ്യാർത്ഥികളുടെ ഭാവി അടക്കം പ്രതിസന്ധിയിലാക്കുന്ന കാര്യങ്ങളിലേക്ക് പോകും എന്നാണ് നിലവിൽ ഈ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. അത് ഏറെ വലിയ ഒരു നിരീക്ഷണമാണ്, വലിയ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ്. ഒരുപക്ഷെ സംസ്ഥാന സർക്കാരിന് VC നിയമനവുമായി ബന്ധപ്പെട്ട് അപ്പർ ഹാൻഡ് നൽകുന്ന ഒരു നിരീക്ഷണം കൂടിയാണ് കോടതിയുടെ ഭാഗത്ത്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ആർ ശ്രീത്ത് കൂടി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ആർ ശ്രീത്ത്, വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ഒരു ഉത്തരവാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ തന്നെ ഈ ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് അതിൻ്റെ ഏറ്റവും വളരെ മോശമായി നിൽക്കുന്നൊരു അന്തരീക്ഷത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അതിനിടയിലാണ് ഈ ഉത്തരവ് വരുന്നത്. സർക്കാരിന് ആശ്വാസകരമായ ഉത്തരവാണ് കോടതിയിൽ നിന്നുണ്ടാവുന്നത് എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യം. മറ്റൊന്ന്, ഈ 6 മാസം എന്നുള്ള കാലയളവ്, 6 മാസത്തിൽ കൂടുതൽ താൽക്കാലിക VCമാർ പാടില്ല എന്നുള്ള നിർദ്ദേശം കൂടി കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. നിലവിൽ ഒരിടത്ത് മാത്രമാണ് സ്ഥിരം VC ഉള്ളത്. മറ്റ് നിയമനങ്ങളൊന്നും ഇനി നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇനി തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള ഒരു നീക്കമാണ് പ്രതീക്ഷിക്കേണ്ടത്? മന്ത്രിമാരുടെ പ്രതികരണം നൽകുന്ന സൂചന എന്താണ് ശ്രീത്? റിജിത്ത്, സംസ്ഥാനത്തെ 13 സർവകലാശാലകളിലും താൽക്കാലിക VC ഭരണം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് ഉണ്ടായ വിധിക്ക് വലിയ പ്രാധാന്യമാണ് ഉള്ളത്. ഒരേ സമയം ഭരണപരമായും രാഷ്ട്രീയമായും ഉള്ള മാനങ്ങളാണ് ഈ വിധിയിലൂടെ സംഭവിച്ചിരിക്കുന്നത്. നേരത്തെ വിഷ്ണു സുരേഷ് റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ കേരള സാങ്കേതിക സർവകലാശാലയുടെയും ഡിജിറ്റൽ സർവകലാശാലയുടെയും താൽക്കാലിക VCമാരായി ഡോക്ടർ കെ ശിവപ്രസാദിനെയും ഡോക്ടർ സിസ തോമസിനെയും നിയമിച്ചതാണ് ചോദ്യം ചെയ്യപ്പെട്ടത്. എന്നാൽ ഈ 2 സർവകലാശാലകളുടെയും സ്റ്റാറ്റ്യൂട്ടിൽ ഇതിൽ താൽക്കാലിക VCയുടെ നിയമനവുമായി ബന്ധപ്പെട്ട് കൃത്യമായ കാര്യങ്ങൾ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ആ നിയമാവലിയുടെ ലംഘനമാണ് നടന്നതെന്ന് സ്പഷ്ടമായ സാഹചര്യത്തിലാണ് കോടതിയിൽ നിന്ന് വിധി ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഈ വിധിയിൽ താൽക്കാലിക VCമാരെ സംബന്ധിച്ച് മാത്രമല്ല, സ്ഥിരം VC നിയമനത്തിലേക്ക് ചാൻസലർ പോകണം എന്ന കൃത്യമായ നിർദ്ദേശം കൂടി നൽകുന്നുണ്ട്. അതായത് അത് വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന പ്രശ്നമാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം താൽക്കാലിക VCമാരുടെ നിയമന കാലാവധി അനന്തമായി നീട്ടിക്കൊണ്ടുപോകരുത് എന്നതുകൂടിയുണ്ട്. 6 മാസമായി അത് നിജപ്പെടുത്താനുള്ള നിർദ്ദേശവും ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവിലൂടെ വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സർക്കാരിന് ഇനി താൽക്കാലിക VC നിയമനത്തിൽ ഒരു മേൽക്കൈ ലഭിക്കും. സർക്കാർ ഈ യൂണിവേഴ്സിറ്റികളിലെ അരാജക ഭരണത്തിന് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ ഭരണവുമായി ബന്ധപ്പെട്ട് ഗവർണറും സർക്കാരും തമ്മിലുള്ള പോരിന് ഒരു പരിധിയെങ്കിലും ആശ്വാസം കണ്ടെത്താനും പരിഹാരമുണ്ടാക്കാനും കഴിയുന്ന സ്ഥിതി ഉണ്ടാകും. അതുതന്നെയാണ് ഈ വിധിയുടെ ഭരണപരമായ പ്രസക്തി. എന്നാൽ രാഷ്ട്രീയമായ പ്രസക്തി എന്ന് പറയുന്നത് സർക്കാർ ഇതുവരെ ഉന്നയിച്ച വാദങ്ങൾ കോടതി കൂടി അംഗീകരിക്കുമ്പോൾ ഈ ഗവർണർക്കെതിരായ രാഷ്ട്രീയ പോരാട്ടത്തിൽ തങ്ങൾ ഉയർത്തിയ വാദങ്ങൾ വിജയിച്ചു എന്ന് അവകാശപ്പെടാൻ കൂടി LDF സർക്കാരിന് കഴിയുമെന്നതാണ് ഇതിലൂടെ ഉണ്ടാകുന്ന കാര്യം. ശരി, ആർ ശ്രീത്ത് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. KTU ഡിജിറ്റൽ സർവകലാശാല ചട്ടങ്ങളിൽ താൽക്കാലിക VC നിയമനം എങ്ങനെയായിരിക്കണമെന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് സർക്കാരിൻ്റെ ലിസ്റ്റിൽ നിന്നായിരിക്കണം ആ നിയമനങ്ങൾ എന്ന് രേഖപ്പെടുത്തിയിരിക്കുക. അതിനെ മറികടന്നുകൊണ്ട് ചാൻസലർ നടത്തിയ താൽക്കാലിക VC നിയമനങ്ങൾ നിയമവിരുദ്ധമാണ് എന്ന് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിക്കുകയാണ്. 2 VCമാർ പുറത്തേക്ക് പോവുകയാണ്. ഗവർണറും സർക്കാരും തമ്മിലുള്ള പോരിൽ ഒരു വിജയം സർക്കാരിന് ഈ ഉത്തരവിലൂടെ ഉണ്ടാവുകയാണ്. ആർ ശ്രീത്തും വിഷ്ണു സുരേഷും വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. കേരള സർവകലാശാലയിലെ ഭരണപ്രതിസന്ധിയിൽ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ. സർവകലാശാലയിലെ SFI പ്രതിഷേധത്തെ തള്ളിയ VC രജിസ്ട്രാർക്കും സിൻഡിക്കേറ്റിനുമെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. ഭരണപ്രതിസന്ധി രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ SFIയെയും UDF സെനറ്റ് അംഗങ്ങളും സർവകലാശാലയ്ക്ക് മുന്നിൽ പ്രതിഷേധിച്ചു. ഫയലുകൾ പോലും ഒപ്പിടാതെ സർവകലാശാലയെ VC നിശ്ചലാവസ്ഥയിലേക്ക് നയിക്കുന്നുവെന്ന ആരോപണങ്ങൾക്കിടെയാണ് തൃശൂരിൽ ചാൻസലർ കൂടിയായ ഗവർണറുമായി മോഹനൻ കുന്നുമ്മലിന്റെ കൂടിക്കാഴ്ച. സർവകലാശാലയിലെ അസാധാരണ പ്രതിസന്ധി VC ഗവർണറെ ധരിപ്പിച്ചു. ഉചിതമായ നടപടിയുണ്ടാകുമെന്ന മറുപടി ലഭിച്ചെന്നാണ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മോഹനൻ കുന്നുമ്മൽ പറഞ്ഞത്. കേരളത്തിലെ ഏറ്റവും പുരാതനമായ യൂണിവേഴ്സിറ്റിയെ ഇങ്ങനെ നശിപ്പിക്കാൻ ഒരു ആളുകൾ ശ്രമിച്ചാൽ ഞാനെന്ത് ചെയ്യും? എനിക്കൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല. ഞാൻ ആ കാര്യങ്ങൾ ഗവർണർ സാറെ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം അത് മുഴുവൻ കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും സംസ്ഥാനത്തിൻ്റെ ഭരണ അധിപൻ എന്ന നിലയിൽ അദ്ദേഹം യുക്തമായ തീരുമാനമെടുക്കും എന്നാണ് എൻ്റെ വിചാരം. രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ റദ്ദാക്കിയ സിൻഡിക്കേറ്റ് നടപടി അസാധുവാണെന്ന് ആവർത്തിച്ച വൈസ് ചാൻസലർ അതിനു മുകളിലാണ് തന്റെ അധികാരമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്.
കുട്ടികളുടെ 2500 ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള ഫയലുകൾ കെട്ടിക്കിടക്കുകയാണെന്ന വാർത്തയും VC നിഷേധിച്ചു. 500ഓളം സർട്ടിഫിക്കറ്റുകൾ മാത്രമാണുള്ളതെന്നാണ് വിശദീകരണം. ഫയലുകൾ തനിക്ക് ലഭിക്കാതെ തടഞ്ഞുവെക്കുകയാണെന്നും മോഹനൻ കുന്നുമേൽ ആരോപിച്ചു. 2 ആഴ്ചയായി സർവകലാശാലയിൽ എത്താത്തത് ഭീഷണി മൂലമാണെന്നും മോഹനൻ കുന്നുമേൽ വിശദീകരിച്ചു. വലിയൊരു സംഘം വിദ്യാർത്ഥികൾ എന്ന് പറയപ്പെടുന്ന ആളുകൾ അവിടെ കലാപം അഴിച്ചുവിട്ടിരിക്കുന്നത് KDYFIക്കാരെന്നാണ് പറയപ്പെടുന്നത്. ആരാണെന്ന് എനിക്ക് അറിഞ്ഞില്ല. എന്നിട്ട് അവർക്ക് സംരക്ഷണം ഒരുക്കാൻ വേണ്ടി 100 പോലീസുകാർ അവരുടെ ചുറ്റും നിൽക്കുക. എന്നിട്ട് എന്താണ് VC അങ്ങോട്ട് വരാത്തതെന്നാണ് ചോദിക്കുന്നത്. VCക്ക് അങ്ങോട്ട് വരുന്നതിന് പേടിയൊന്നുമില്ല. VCക്ക് സർവകലാശാല നിയമങ്ങളെക്കുറിച്ച് അറിയില്ലെന്നായിരുന്നു ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ മറുപടി. സിൻഡിക്കേറ്റിന് ഒരു അഡ്വൈസറി ബോർഡായിട്ടാണ് വൈസ് ചാൻസലർ കാണുന്നത്. ആദ്യം അദ്ദേഹത്തിന് ഈ ആക്റ്റും സ്റ്റാറ്റ്യൂട്ടും എന്താണെന്ന് അറിയില്ല, അതിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണയില്ല. അദ്ദേഹം പറയുന്നത് സിൻഡിക്കേറ്റ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണെന്നും ഇതിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണയില്ലാത്തതുകൊണ്ട് പറയുന്നതാണ്. ഭരണസമ്പന്നത്തിനെതിരെ UDF സിൻഡിക്കേറ്റ് സെനറ്റ് അംഗങ്ങളും ഇന്ന് പ്രതിഷേധവുമായി രംഗത്തെത്തി. VCക്കെതിരെ വിചാരണ സദസ്സ് സംഘടിപ്പിച്ചായിരുന്നു SFIയുടെ പ്രതിഷേധം. ഉത്തരം പറയാൻ SFIക്കാരുടെ മുന്നിൽ വരാൻ ധൈര്യമുണ്ടോ എന്ന് മോഹനൻ കുന്നുമലിനോട് RSSകാരോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അതിനിടെ രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ നിയമനം ചട്ടവിരുദ്ധമാണെന്ന സേവ് യൂണിവേഴ്സിറ്റി ഫോറത്തിന്റെ ആരോപണം സർവകലാശാല തള്ളി. ഡെപ്യൂട്ടേഷനല്ല, സെലക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമുള്ള നേരിട്ടുള്ള നിയമനമാണ് നടത്തിയതെന്ന് വ്യക്തമാക്കുന്ന രേഖയും പുറത്തുവിട്ടു. 24 തിരുവനന്തപുരം. നിമിഷപ്രിയ കേസിൽ യമനിൽ അടിയന്തര യോഗം. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്നാണ് സുപ്രധാന യോഗം. യമനിലെ സൂഫി പണ്ഡിതനായ ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ നേതൃത്വത്തിലാണ് ചർച്ചകൾ നടക്കുന്നത്. ഇതിനിടെ സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുമായി കൂടിക്കാഴ്ച നടത്തി. ഈ ഒരു അവസാന ഘട്ടത്തിൽ വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഉസ്താദിൻ്റെ ഒരു ഇടപെടൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുള്ള വലിയൊരു മാറ്റം ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഒരു പ്രത്യേക ഘട്ടത്തിൽ പ്രതീക്ഷ വല്ലാതെ മങ്ങിയിരുന്ന ഒരവസരമായിരുന്നു. ആ ഘട്ടത്തിലാണ് ഉസ്താദിൻ്റെ ഇടപെടൽ. അത് വലിയ രീതിയിൽ ഗുണം ചെയ്തിട്ടുണ്ട്. ഉസ്താദിൻ്റെ ചില ബന്ധങ്ങൾ, അവിടെയുള്ള ബന്ധങ്ങളൊക്കെയാണ് അത് കുടുംബത്തിലേക്ക് എത്തുന്നതിനൊക്കെയുള്ള വലിയ സഹായകരമാവുന്ന രീതിയിലേക്ക് ആ ഇടപെടൽ മാറിയിട്ടുണ്ട്. അത് വലിയ ഗുണം ചെയ്യും. അത് തീർച്ചയായും നിമിഷപ്രിയയുടെ മോചിപ്പിക്കപ്പെട്ടവരും വധശിക്ഷ താൽക്കാലികമായി നിർത്തലാക്കപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ശരീഅത്ത് നിയമപ്രകാരം 3 കാര്യങ്ങളാണ്. 1, ശിക്ഷ നടപ്പാക്കുക. 2, കുടുംബം ദിയാധനം വാങ്ങി മാപ്പാക്കുക. അല്ലെങ്കിൽ കുടുംബം എന്ത് ചെയ്യുക, വെറുതെ വിടുക, ഒരു പണവും വാങ്ങാതെ വിടുക. ഈ 3 ഓപ്ഷനാണ് ഖുർആൻ ശരീഅത്ത് പ്രകാരം ഉള്ളത്. ഈ 3 ഓപ്ഷനിൽ ഇന്നത് ചെയ്യണം എന്ന് ആർക്കും നിർബന്ധിക്കാൻ കഴിയില്ല. അത് കുടുംബത്തിന് മാത്രമുള്ളതാണ്. ഇനിയൊരു കോടതിയില്ല. യമനിൽ മറ്റൊരു കോടതി ഇക്കാര്യത്തിൽ ഇടപെടാനുള്ള കോടതിയെല്ലാം വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പം അതുകൊണ്ട് ഇനി ഈ ഒരു കാര്യത്തിൽ വെച്ചുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ലക്ഷ്യത്തിലെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് നമുക്കുള്ളത്. സമീർ സി മുഹമ്മദ് കോഴിക്കോട്ട് എന്ന വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സമീർ, ഈ കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബാംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് യമനിൽ ഇപ്പോൾ ഒരു ചർച്ച നടക്കുന്നു എന്നുള്ളത് പ്രതീക്ഷ നൽകുന്നതാണ്. പക്ഷേ ദയാദനം സ്വീകരിക്കുന്ന കാര്യത്തിൽ അവർ അനുകൂലമായൊരു സമീപനം സ്വീകരിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എങ്കിലും ഈ ഘട്ടത്തിലെ ചർച്ചകൾ വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ? ഈ വധശിക്ഷ ഒഴിവാക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ഇപ്പോൾ ഏത് ഘട്ടത്തിലാണ് സമീർ? നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാനായിക്കൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഇടപെടലാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നടത്തിയത്. യമനിലെ സൂഫി വര്യനുമായി ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തി. ആ ചർച്ചകൾക്കൊടുവിലാണ് ഇപ്പോൾ വളരെ അടിയന്തരമായിട്ടുള്ള ഒരു യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ യോഗത്തിൽ ഈ പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ പങ്കെടുക്കുന്നുണ്ട്. ഈ സൂഫി വര്യൻ്റെ പ്രതിനിധിയായിട്ടുള്ള ഒരു വ്യക്തി അതിനകത്ത് പങ്കെടുക്കുന്നു. അതുപോലെ തന്നെ യമൻ ഭരണകൂട പ്രതിനിധികളും, ജിനായത്ത് കോടതി, സുപ്രീം കോടതി ജഡ്ജ്, അതുപോലെ തന്നെ തലാലിൻ്റെ സഹോദരൻ, ഗോത്ര തലവന്മാർ, ഇത്രയും ആളുകളാണ് ഇതിനകത്ത് പങ്കെടുക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ദയാധനം സ്വീകരിച്ചുകൊണ്ട് ഈ കുടുംബം മാപ്പ് നൽകാൻ തയ്യാറായാൽ നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാകും. അത്തരമൊരു സാധ്യത തേടുകയാണ് ഈ യോഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനവർ തയ്യാറാകുകയാണ് എങ്കിൽ അത്തരം കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ ഒരുക്കമാണ് എന്ന കാര്യം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അറിയിച്ചിട്ടുമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ യോഗം പുരോഗമിക്കുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിൻ്റെ ഭാരവാഹികൾ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ ഇവിടെ എത്തിക്കൊണ്ട് സന്ദർശിച്ചിരുന്നു. മർക്കസിലെത്തിയാണ് ഉസ്താദുമായി കൂടിക്കാഴ്ച നടത്തിയത്. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം വന്നു. വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണമാണ് വന്നിരിക്കുന്നത്. ഉസ്താദിൻ്റെ ബന്ധം, അവിടെയുള്ള ആ ഒരു സൗഹൃദവും
അതുപോലെ തന്നെ അദ്ദേഹം അവിടെ നടത്തിയിട്ടുള്ള ഇടപെടലുമൊക്കെ അത്തരത്തിലുള്ള ആ ബന്ധങ്ങളെല്ലാം തന്നെ ഈ കേസിൽ വഴിത്തിരിവാകും. അതുകൊണ്ട് തന്നെ ഇതിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു നടപടി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ നടന്ന ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് അവിടെ സാധ്യത തെളിഞ്ഞിരിക്കുന്നത്. ചർച്ചയിൽ ഉണ്ടാവുന്ന തീരുമാനം എന്താണ്, ഈ കുടുംബം സ്വീകരിക്കാൻ പോകുന്ന നിലപാട് എന്താണ് എന്നൊക്കെ വൈകാതെ അറിയാൻ കഴിയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാൻ സാധ്യമായതെല്ലാം ചെയ്തെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ. വധശിക്ഷ നീട്ടിവെക്കാൻ യമനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും വിഷയത്തിൽ ഇടപെടാൻ പരിമിതികളുണ്ടെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്രത്തിന് സുപ്രീം കോടതി നിർദ്ദേശം നൽകി. വെള്ളിയാഴ്ച ഹർജി വീണ്ടും പരിഗണിക്കും. നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെക്കണമെന്നാവശ്യപ്പെട്ട് യമനിലെ പ്രോസിക്യൂട്ടർക്ക് കത്തയച്ചിട്ടുണ്ടെന്ന് കേന്ദ്രത്തിനായി ഹാജരായ അറ്റോർണി ജനറൽ വെങ്കിട്ടരമണി സുപ്രീം കോടതിയെ അറിയിച്ചു. ഒരു ഷെയ്ക്ക് വഴിയും ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് ശ്രമിച്ചു. ദയാധനം സ്വീകരിക്കാൻ തയ്യാറാകാതെ മറ്റ് ചർച്ചകളിൽ കാര്യമില്ലെന്നും ഇതുവരെയും ഒരു ഫലവും ഉണ്ടായിട്ടില്ലെന്നും കേന്ദ്രം കോടതിയിൽ വ്യക്തമാക്കി. വധശിക്ഷ ഒഴിവാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ടെന്നും അറ്റോർണി ജനറൽ കോടതിയിൽ ഉറപ്പു നൽകി. ഇന്ത്യൻ സുപ്രീം കോടതിക്ക് യമനിലെ കേസിനകത്ത് ഇടപെടുന്നതിന് നിയമപരമായിട്ടുള്ള പരിമിതികളുണ്ട്. ഈ കോടതിക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഇത്തരത്തിലുള്ള അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഗവൺമെൻറ്റിൻ്റെ മേലെ പ്രഷറൈസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അതിൻ്റെ ഭാഗമായി സുപ്രീം കോടതി ഇന്ന് ഈ കേസ് തീർപ്പാക്കിയില്ല അല്ലെങ്കിൽ തള്ളിയില്ല. ഇന്ന് കേസ് മാറ്റിവെക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നിമിഷപ്രിയയെ രക്ഷിക്കാൻ കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസമുണ്ടെന്ന് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ അഭിഭാഷകൻ KR സുഭാഷ് ചന്ദ്രൻ. 16-ാം തീയതി എന്ന് തീരുമാനിച്ചിരിക്കുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷാ തീയതി മാറ്റാൻ വേണ്ടി ഇന്ത്യൻ ഗവൺമെൻറ് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരമാണ് സുപ്രീം കോടതി മുമ്പാകെ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള സൈനാണ്. സ്വാഭാവികമായും അത്തരത്തിൽ 16-ാം തീയതി എന്നുള്ള തീയതി മാറ്റി കിട്ടുകയാണെങ്കിൽ കൂടുതൽ സമയം ലഭിക്കുകയും നമുക്ക് ഈ പറയുന്ന വിക്ടിമിൻ്റെ കുടുംബവുമായി തലാലിൻ്റെ കുടുംബവുമായി ചർച്ചകൾ നടത്താൻ വേണ്ടിയുള്ള കൂടുതൽ അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും. വിഷയത്തിലെടുത്ത നടപടികൾ സംബന്ധിച്ച് കേന്ദ്രത്തോട് തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ട ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ച് കേസ് വരുന്ന വെള്ളിയാഴ്ച വീണ്ടും പരിഗണിക്കുമെന്ന് അറിയിച്ചു. മിഡിൽ ഈസ്റ്റിന്റെ ചുമതലയുള്ള അണ്ടർ സെക്രട്ടറിയും കേസ് പരിഗണിക്കുമ്പോൾ കോടതിയിലെത്തി. നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെക്കണമെന്ന കേന്ദ്ര സർക്കാരിന്റെ ആവശ്യത്തോട് അനുകൂലമായ പ്രതികരണം യമൻ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന ശുഭാപ്തി വിശ്വാസമാണ് കേന്ദ്ര സർക്കാരിനും സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിനും ഉള്ളത്. സുപ്രീം കോടതിയിൽ നിന്നും ബൽറാം നെടുങ്ങാടി, 24. വാർത്താസന്ധ്യയിലേക്ക് വീണ്ടും. കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് PS ശ്രീധരൻപിള്ളയ്ക്ക് പകരം പുതിയ ഗവർണർ. TDP നേതാവ് അശോക് ഗജപതി രാജു ഗോവയുടെ പുതിയ ഗവർണർ. ഗവർണർ പദവിയിൽ താൻ പൂർണ്ണ സംതൃപ്തനെന്ന് PS ശ്രീധരൻപിള്ള 24-നോട് പറഞ്ഞു. ശ്രീധരൻപിള്ളയുടെ കാലാവധി പൂർത്തിയായതോടെയാണ് കേന്ദ്രം പുതിയ ഗവർണറെ നിയമിച്ചത്. മുൻ സിവിൽ വ്യോമയാന മന്ത്രി പശുപതി അശോക് ഗജപതിയാണ് ഗോവയുടെ പുതിയ ഗവർണർ. 2014 മുതൽ 2018 വരെ വ്യോമയാന മന്ത്രിയായിരുന്നു. ഒരിക്കൽ പോലും സ്ഥാനമാനങ്ങൾ താൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് PS ശ്രീധരൻപിള്ള 24-നോട്. ഞാനിതിൽ പൂർണ്ണ സംതൃപ്തനാണ്. എൻ്റെ 50 കൊല്ലത്തെ പൊതുജീവിതത്തിൽ ഒരു പ്രത്യയശാസ്ത്രന്റെ ഭാഗമായി നിന്ന ആളാണ്. ഒരിക്കൽ പോലും ഞാൻ ഏതെങ്കിലും പൊസിഷന് വേണ്ടി ശ്രമിക്കുകയോ ചോദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ആരോടും. സ്ഥാനമൊഴിയുന്ന PS ശ്രീധരൻപിള്ളയ്ക്ക് സംഘടനാ തലത്തിൽ ഉയർന്ന പദവി നൽകിയേക്കുമെന്നും സൂചനയുണ്ട്. ഡൽഹിയിൽ വെച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി PS ശ്രീധരൻപിള്ള കഴിഞ്ഞ മാസം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഗോവയ്ക്ക് പുറമെ ഹരിയാനയിലും ലഡാക്കിലും പുതിയ ഗവർണറെയും ലഫ്റ്റനന്റ് ഗവർണറെയും നിയമിച്ചു. ലഡാക്ക് ലഫ്റ്റനന്റ് ഗവർണർ ബ്രിഗേഡിയർ BD മിശ്രയുടെ രാജി രാഷ്ട്രപതി അംഗീകരിക്കുകയും ചെയ്തു. കവിന്ദർ ഗുപ്തയാണ് ലഡാക്കിന്റെ പുതിയ ലഫ്റ്റനന്റ് ഗവർണർ. 24 ഡൽഹി. നിപ്പ ബാധിച്ചു മരിച്ച 57-കാരന്റെ സമ്പർക്ക പട്ടികയിലുള്ള 2 പേർക്ക് രോഗലക്ഷണങ്ങൾ കണ്ടെത്തി. ഇവരെ പാലക്കാട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുമരമ്പത്തൂർ, കരിമ്പുഴ പഞ്ചായത്തുകളിലും മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിലുമായി 17 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണായി. പക്ഷെ ഓൾറെഡി നമുക്കൊരു കേസ് ഉള്ളത് കൊണ്ട് അതേ ഒരു സീരിയസ്നെസ്സിൽ തന്നെ നിപ ഉണ്ട് എന്ന് തന്നെ നമുക്ക് കരുതിട്ട് തന്നെ നമ്മൾ മുമ്പോട്ട് പോകേണ്ടതുണ്ട്. ഇതിയുടെ ഭാഗമായിട്ട് 17 വാർഡ് നമ്മൾ കണ്ടെയ്ൻമെന്റ് സോണായിട്ട് ഇന്നലെ രാത്രി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. കുമാരപത്തൂരും, കരിമ്പുഴ, കാരക്കുറിശി, പിന്നെ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി, ഇങ്ങനെ 4 ലോക്കൽ LSJസിലാണ് 17 വാർഡുകളായിട്ട് കണ്ടെയ്ൻമെന്റ് സോൺ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. ഈ കേസിനോടനുബന്ധിച്ച് 2 സിംറ്റമാറ്റിക് കേസ് ഇപ്പോൾ GMC പാലക്കാടിൽ അഡ്മിറ്റഡ് ആണ്. മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യനും യൂത്ത് കോൺഗ്രസ് നേതാക്കളും തമ്മിലുള്ള പോരിന് അയവില്ല. തന്റെ വിമർശനം സതുദ്ദേശപരമെന്ന് PJ കുര്യനും
അങ്ങനെ കരുതാൻ സൗകര്യമില്ലെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയും പ്രതികരിച്ചു. എന്നാൽ ഇരുകൂട്ടരെയും തള്ളാതെയാണ് നേതൃത്വത്തിന്റെ പ്രതികരണം. യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ പരസ്യ വിമർശനത്തിൽ നിന്ന് മുതിർന്ന നേതാവ് PJ കുര്യൻ പിന്നോട്ടില്ല. ഉത്തമ ബോധ്യമുള്ള കാര്യങ്ങളാണ് താൻ പറഞ്ഞതെന്നും ഇനിയും അത് പറയുമെന്നും വിമർശനങ്ങൾക്ക് PJ കുര്യന്റെ മറുപടി. സമരത്തിൽ മാത്രം കേന്ദ്രീകരിക്കോ, സമരത്തിൽ നിർത്തിയാൽ വാർത്ത വരും, TV യിൽ വരും, അതിൽ മാത്രം കേന്ദ്രീകരിക്കാതെ നിങ്ങൾ ജില്ലാ നേതൃത്വം പഞ്ചായത്തുകളിലേക്ക് പോകണം. വിമർശനം സതുദ്ദേശപരമെന്ന് കരുതാൻ സൗകര്യമില്ലെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രതികരണം. യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അടക്കമുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കുവച്ച ഓഡിയോ സന്ദേശമാണ് പുറത്തു വന്നത്. സതുദ്ദേശപരമായിട്ടൊക്കെ എടുക്കാമായിരുന്നു. നമ്മുടെ ഒരു മീറ്റിങ്ങിൽ വന്നിട്ട് നമ്മളെ പോസിറ്റീവായിട്ട് പറയുന്നതാണെങ്കിൽ നമ്മൾ സതുദ്ദേശപരമായിട്ട് എടുത്തേനെ. ഇത് ഇത്രയും ചാനലുകളുടെ മുന്നിൽ വെച്ച് പറയുന്നതിന് എങ്ങനെ സതുദ്ദേശമെന്ന് വിശ്വസിക്കാൻ തൽക്കാലം താല്പര്യമോ സൗകര്യമോ ഇല്ല. KC ജോസഫ്, ഷാനിമോൾ ഉസ്മാൻ, ചെറിയാൻ ഫിലിപ്പ് തുടങ്ങിയ നേതാക്കൾ PJ കുര്യന്റെ വിമർശനത്തിനെതിരെ രംഗത്തെത്തി. PJ കുര്യൻ പറഞ്ഞത് നല്ല ഉദ്ദേശത്തോടു കൂടിയെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. വിവാദച്ചൂട് തണുപ്പിക്കാൻ ഇരുകൂട്ടരെയും തള്ളാതെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അവർ നന്നായി അധ്വാനിക്കുന്ന കുട്ടികളാണ്. കേരളത്തിലെ നവകേരള സദസ്സ് അറിയാല്ല. നവകേരള സദസ്സ് ആ മർദ്ദനമേറ്റു വാങ്ങിയത്, ജയിലിൽ പോയത്, ബുദ്ധിമുട്ടിയത്, പ്രയാസപ്പെട്ടത് ഒക്കെ ചെറുപ്പക്കാരാണ്. സംഘടനാപരമായി കുറെ കൂടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊരു മുതിർന്ന നേതാവ് പറയുന്നത് എന്ത് വാർത്തയാണ് ഇതിനകത്ത്. എന്നാൽ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഒരു വിഭാഗം യൂത്ത് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും PJ കുര്യനെതിരെ വിമർശനം തുടരുകയാണ്. 24 പത്തനംതിട്ട. വാർത്താസന്ധ്യയിലേക്ക് വീണ്ടും. പാലക്കാട്ടെ CPM നേതൃത്വവുമായി ഇടഞ്ഞ PK ശശിയോട് മൃദു നിലപാടുമായി UDF നേതാക്കൾ. PK ശശിയെ സ്വാഗതം ചെയ്തും ന്യായീകരിച്ചും നേതാക്കൾ രംഗത്തെത്തി. അതേസമയം PK ശശിക്കെതിരെ ആരോപണവും വിമർശനവുമായി CPI പാലക്കാട് ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പൊറ്റശ്ശേരി മണികണ്ഠൻ രംഗത്തെത്തി. മുമ്പ് PK ശശിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ CPIM-നെ കടന്നാക്രമിച്ച UDF പുതിയ സംഭവ വികാസങ്ങളോടെ ശശിയോടുള്ള നിലപാട് മയപ്പെടുത്തുകയാണ്. CPIM നേതൃത്വവും PK ശശിയുമായുള്ള തർക്കം പരസ്യമായതിന് പിന്നാലെയാണിത്. PK ശശിയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ മറുപടി ഇങ്ങനെ: അദ്ദേഹത്തിനെതിരായിട്ട് ഒരു ആക്ഷേപം വന്നു. ഞങ്ങളത് അന്വേഷിച്ചപ്പോൾ പാർട്ടിക്കകത്ത് അദ്ദേഹത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ വ്യാജമായ ഒരു ആരോപണമാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ഒരു പടി കടന്ന് PK ശശിയെ മുന്നണിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് മുസ്ലിം ലീഗ് നേതാവും മണ്ണാർക്കാട് MLAയുമായ N ഷംസുദ്ദീൻ. മണ്ണാർക്കാട്ടെയും പാലക്കാട്ടെയും ഒക്കെ പൊതുരംഗത്ത് സജീവമായി നിൽക്കുന്ന ആൾ, ഇപ്പോൾ KTDCയുടെ ചെയർമാനായി നിൽക്കുന്ന ആൾ, അപ്പോൾ ഒരു പൊതുരംഗത്ത് വളരെ സജീവമായിട്ടുള്ള ആളാണ്. അദ്ദേഹം രാഷ്ട്രീയ നിലപാട് മാറി UDF-നോട് സഹകരിക്കണമെന്ന് തീരുമാനിച്ചാൽ UDF-മായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതിനൊരു തടസ്സമില്ല. ഇതിനിടെ PK ശശിക്കെതിരെ CPIM പ്രാദേശിക ഘടകത്തിന്റെ പ്രകടനത്തിൽ ഉയർന്ന മുദ്രാവാക്യങ്ങളോട് വിയോജിച്ച് സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ അപൂർവമായിട്ടൊക്കെ ചില പ്രശ്നങ്ങൾ പല സ്ഥലത്തും ഉണ്ടാവാറുള്ളൂ. ഉണ്ടാവുന്ന ഒരു പ്രശ്നം തെരുവിൽ വെച്ച് പരിഹരിക്കാറില്ല, അതിന് പാർട്ടി സംവിധാനത്തിൽ മാത്രമേ പരിഹരിക്കാറുള്ളൂ. PK ശശിക്കെതിരെ രൂക്ഷ വിമർശനവുമായി CPI ജില്ലാ നേതൃത്വവും രംഗത്തെത്തി. മുസ്ലിം ലീഗ് ഭരിക്കുന്ന മണ്ണാർക്കാട് അരിയൂർ ബാങ്ക് സാമ്പത്തിക തട്ടിപ്പിൽ PK ശശിക്ക് പങ്കുണ്ടെന്നാണ് CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പൊറ്റശ്ശേരി മണികണ്ഠന്റെ ആരോപണം. ശ്രീജിത്ത് ശ്രീകുമാരൻ, 24 പാലക്കാട്. ഈ റിപ്പോർട്ടോടെ വാർത്താസന്ധ്യ പൂർത്തിയാവുകയാണ്.